ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ക്യാമ്പിങ്ങിനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ഡിഫൻസ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പിങ് ഇപ്പം വിൻ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എനിക്ക് കമ്പനിയിൽ നിന്ന് ഒരു VIP പാസ് കിട്ടിയപ്പം അതിനകത്ത് അവിടത്തേക്കായിട്ട് പോവുകയാണ്. അപ്പം അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര അങ്ങോട്ട് തണുപ്പ് പ്രതീക്ഷിച്ചില്ല. കാര്യം ഏകദേശം ഒരു ഡെസേർട്ട് ഏരിയ അതിൻ്റെ പേരിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരുന്നു അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത്. കൈയൊക്കെ നല്ല കോച്ചി ഒരു പരുവായി. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് വേണ്ടുള്ള ക്ലോത്തിങ് ഒക്കെ കറക്റ്റായിരിക്കണം. ഇപ്പോൾ ചെന്നിറങ്ങിയ സമയത്ത് നമ്മളങ്ങോട്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ കാറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആകെ പെട്ടുപോയി. അതായത് ഒരു ഡബിൾ ജാക്കറ്റും പിന്നെ ഗ്ലൗസൊക്കെ മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യൽ ഭയങ്കര പാടാണ്. ഇതാണ് നമുക്ക് അവർ തന്ന ക്യാമ്പ് ഇതെന്ന് പറയുന്നത്, ടെൻ്റെന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ടെൻറ്റിൽ നമുക്കൊരു TV, പിന്നെ ഒരു കുഷ്യൻസുള്ള ഒരു കോർണർ ഷേപ്പ് കൗച്ച്, പിന്നെ ഇതിനകത്ത് നമുക്കൊരു 6 ചെയറും പിന്നെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ടേബിളും കാര്യങ്ങളുമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അത് എനിക്കറിയില്ല നോർമലി വരുന്നവർക്ക് കിട്ടുമെന്നുള്ളത്. നമ്മുടെ പാസ് VIP ആയതുകൊണ്ട് തന്നതാണോ എന്നറിയില്ല. അതുകൊണ്ട് ആ കാണുന്ന ക്യാമ്പുകളാണ് നമുക്ക് തരുന്നത്. അതുപോലത്തെ ടെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് VVIP ആയിട്ട് താണ്ട് ഇങ്ങനെ ഉണ്ട്. അത് ഫെൻസിങ് ഒക്കെ വെച്ച് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രൈവറ്റായിട്ട് ടോയ്ലറ്റൊക്കെ ഉണ്ട് അതിൽ. മറ്റേത് നമുക്കൊക്കെ എന്ന് വെച്ചാൽ കോമൺ ടോയ്ലറ്റാണ് യൂസ് ചെയ്യേണ്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കോഫിയും പിന്നെ കുനാഫയൊക്കെ മേടിച്ച് കഴിച്ച് ചെന്ന് കയറിയൊരു നമ്മുടെ ഒരു ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ പ്ലേയിങ് ഏരിയ കണ്ടു. അപ്പോൾ അവിടെ വന്ന് നോക്കിയതാണ്. അപ്പം കുഞ്ഞിനെ ഇച്ചിരി നേരം ഒന്ന് അവിടെ ഇരുത്തി കളിപ്പിച്ചു. നമ്മളും വിചാരിച്ചു ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു പരിപാടി എന്നുള്ളത്. എന്നാൽ ഈ ക്യാമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വലിയ ഒരു സെറ്റപ്പ് അവിടെ ഹിഡനായി കിടപ്പുണ്ടായിരുന്നു. നമ്മളത് കണ്ടില്ല. അത് നമ്മളിവിടെ കുറേ ടൈം ചിലവഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയ സമയത്താണ് അത് കണ്ടത്. കാര്യം നമ്മൾ ക്യാമ്പിൻ്റെ ഏകദേശം ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് തന്ന ടെൻ്റെന്ന് പറയുന്നത്. സംഭവം എന്താ കിടു അടിപൊളി. ഇവരൊരു മിനി മാർക്കറ്റ് തന്നെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മരുഭൂമിക്കകത്ത് ഇങ്ങനൊരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ഇത് കണ്ടോ, ATM, മൊബൈൽ ATM ചെയ്ത് വെച്ചേക്കുന്നു. ഇതെല്ലാം ഫുഡ് കോർട്ടുകളാണ്. പല തരത്തിലുള്ള ഫുഡ് കോർട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷൂട്ടിംഗ് റേഞ്ചാണ്. പിന്നെ അതാ പിള്ളേർക്കുള്ള ട്രെയിന്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഒക്കെ ഒരു സെൻ്റർ ഉണ്ട് ഇതിനകത്ത് തന്നെ. ക്യാമലും, ഈ നിൽക്കുന്നത് ക്യാമലാണ്. പിന്നെ ഹോഴ്സസ് ഉണ്ട് കുറേ. ഇതിനകത്ത് നമുക്ക് പേ ചെയ്തിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ചെറിയ റൈഡിങ് ആണ് ഇതിനകത്ത്, ചെറിയൊരു ഏരിയ. അങ്ങനെ ഞാൻ പയ്യെ മോനെ ഒന്ന് കയറ്റി നോക്കി. സംഭവം പേടിയൊന്നും ഇല്ലാതെ കയറിയിരുന്നു. അപ്പോൾ TV-യിലൊക്കെ ഇതിൻ്റെ ഷോസൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം ഒരു താല്പര്യം പുള്ളിക്കാരന് തോന്നിയത്. അങ്ങനെ കയറ്റിയിരുത്തി ഒരു 2 റൗണ്ട് കറക്കി. ഇതിൻ്റെ ചാർജെന്ന് പറയുന്നത് 2 റൗണ്ടിന് 1 KD, അതാണ് റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിനടുത്ത് പിള്ളേർക്കായിട്ടുള്ളൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ടെന്ന്. സംഭവം അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് ഈ മരുഭൂമിക്കകത്താണ് ഇങ്ങനൊരു സംഭവം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം മരുഭൂമി അല്ല ഇത്. പക്ഷെ എന്നാലും നമുക്കൊരു ആളൊഴിഞ്ഞൊരു ഏരിയയിലാണ് ഇത് ചെയ്തേക്കുന്നത്. സംഭവം അടിപൊളി. ഞങ്ങൾ പിന്നെ തണുപ്പ് കാരണം ഇതിൽ വന്ന് കയറിയിരുന്നു. ഇവിടെ ഇത് പക്ഷേ റേറ്റ് കൂടുതലാണ്. 4 KD ആണ് ഇത്. അൺലിമിറ്റഡ് ആണ് 4 KD. ഇതിനകത്ത് പിള്ളേരെ കയറ്റി വിട്ടാൽ അതിനകത്ത് ഇരുന്നോളൂ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ചെറിയ കവറിങ്ങൊക്കെ ഉള്ള കാരണം ടെമ്പറേച്ചറും നമുക്ക് സൂട്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നേരം കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി കുറേ നേരം ഇരുന്നു. കാര്യം അത്രയ്ക്ക് തണുപ്പായിരുന്നു ഇതിനകത്ത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഇത്രയും ടെമ്പറേച്ചർ ഈ രീതിയിൽ താഴുമെന്നുള്ളത്.
അങ്ങനെ ഇവിടെ നിന്ന് പുള്ളിക്കാരനെ കയറ്റി കുറേ നേരം ഇതിനകത്തായിരുന്നു കളിയൊക്കെ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇറക്കാൻ കുറേ പാട് വിട്ടു. നിലവിളിയും ബഹളമായിരുന്നു ഇറക്കിയപ്പോൾ. അങ്ങനെ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 1 PM മുതൽ 10 PM വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 10 PM ഒക്കെ വരെ നിന്നിട്ട് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു പിറ്റേന്ന് ഡ്യൂട്ടി ഉള്ള കാരണം ഞങ്ങൾ നേരത്തെ ഇങ്ങി അവിടെ നിന്ന് വിട്ടു. ഏകദേശം 8-8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് പക്ക മരുഭൂമി ഏരിയ എന്നല്ല, ഏകദേശം നമ്മുടെ കുറൈൻ അതിനടുത്താണ് ഇതിൻ്റെ സ്ഥലം. ഇത് ഡിഫൻസ് ക്യാമ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഞാനിതിൻ്റെ അവസാനം അവിടുത്തെ ഒരു QR കോഡ് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.